നമസ്കാരം. ശോഭ ഹൗസിൽ വന്നിട്ട് എന്താണ് ചെയ്തത്? ആദിലെ നൂറയും കൂടി കല്യാണം കഴിപ്പിക്കുന്നു. സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുത്തത്? എന്ത് മാങ്ങാത്തൊലിയാണ് കൊടുത്തത്? അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റികൾ അവരെത്ര ശതമാനമുണ്ട് കേരളത്തിൽ? അപ്പം ലക്ഷ്മി പറഞ്ഞതിനകത്ത് അവർ പറഞ്ഞ നോർമലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ എങ്ങനെ ആയാലും വെച്ചാൽ അവർ ജീവിച്ചോട്ടെ, അവരെ വഴിക്ക് വിട്ടേരെ എന്നുള്ളതല്ലേ കറക്റ്റ്? ഈ സമൂഹത്തിന് ഈ തെറ്റായ സന്ദേശം അല്ലെങ്കിൽ പുതിയ തലമുറ, പുതിയ ജെൻസി കിഡ്സിന് കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കുന്ന എന്തിനാണ്? ഇത് പ്രകൃതിയാലുള്ള സാധനങ്ങളാണോ? ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അവരെ എതിർക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല, അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ലാലേട്ടൻ വന്നിട്ട് അനുമോളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അഭിപ്രായം പറയുന്നത് എന്തിനാണ്? അനുമോൾ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. അത് അനുമോളുടെ ചോയ്സ് അല്ലേ? അല്ല, നിങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നാണം കെടുത്തി ഇരുത്തേണ്ട കാര്യം എന്താണ്? ഈ LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിനെ എതിർക്കാനും അവകാശമുണ്ട്, ഈ നാട്ടിൽ റൈറ്റ്സ് ഉണ്ട്. അതെന്താ മനസ്സിലാക്കാതെ? അത് മാത്രമല്ല, ഈ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞ ഈ ആദില നൂറ ശരിക്കും ഇവരൊരു നോർമൽ പെൺകുട്ടികളല്ലേ? നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് ചിലവർ ഒരു പുരുഷന്മാരായിരിക്കും, പക്ഷെ ഒരു സ്ത്രൈണഭാവം, ആ ഒരു നടത്തം അല്ലെങ്കിൽ ആ സൗണ്ടുകൾ തിരിച്ച് അതുപോലെ നല്ലൊരു പെണ്ണാണെന്ന് തോന്നും കണ്ട, പക്ഷെ അത് ആണിൻ്റെ ക്യാരക്ടറായിരിക്കും, അത് നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവമായിരിക്കും. പിന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗമുണ്ട്, അവരെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതൊന്നും അല്ലാത്ത രണ്ടുപേര് ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറയുമ്പം കൺഫ്യൂഷൻസ് ഉണ്ടാക്കും സമൂഹത്തിൽ. പുതിയ തലമുറയിൽ, പുതിയ കുട്ടികളിൽ, രക്ഷാകർത്താക്കളിൽ. അവിടെ ശോഭ വിളിച്ച് അവരെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചപ്പോൾ അവരുടെ രക്ഷാകർത്താക്കളുടെ മനോനില ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ അവരുടെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയോ കുട്ടികൾ 18 വയസ്സും 15 വയസ്സും 20 വയസ്സുള്ള കുട്ടികൾ ടോട്ടൽ കൺഫ്യൂഷൻ അല്ലേ അവർക്ക്? ഈ കമ്മ്യൂണിറ്റിയിൽ എത്ര ശതമാനമുണ്ട് കേരളത്തിൽ? അതിനനുസരിച്ച് കൊടുത്തു. ഒരു ഷോയ്ക്കകത്ത് ഇവരെ 2-3 പേരെ കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്ന റിയാസിനെ പോലുള്ളവരെ, അതിൻ്റെ ആൾക്കാരെ വീണ്ടും കൊണ്ടുവരിക, വീണ്ടും ഇവരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന എന്തിനാണ്? ബിഗ് ബോസിന് ഉദ്ദേശം നല്ലതല്ല. അവർക്ക് കച്ചവടം നടക്കണം, പൊടി പഠിക്കണം, നല്ല കിട്ടുക്കാച്ച് ബിസിനസ് നടക്കുന്നുണ്ട്. അത് കാരണം അവർക്കത് മതി, അവർക്കിത് ചർച്ചയാക്കണം. അല്ലാതെ സമൂഹത്തിൻ്റെ നന്മയോ തിന്മയോ ഒന്നുമല്ല. മാക്സിമം അവർക്ക് പൈസ ഉണ്ടാക്കുക. ശോഭ ശരിക്കും മണ്ടിയാണ്. കാരണം വെച്ചാൽ ശോഭ നോക്കിയപ്പോൾ ഉണ്ട് ലക്ഷ്മിക്ക് ഭയങ്കര എതിർപ്പ്. മോഹൻലാൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ സമയത്ത് കൈയടി കിട്ടി. ഇത് കണ്ടുകൊണ്ട് ശോഭ വെച്ച് തള്ളി. ഇപ്പം ശോഭ വന്ന് ലക്ഷ്മിക്ക് സപ്പോർട്ടായി. ശോഭ കാരണം ലക്ഷ്മിക്ക് സപ്പോർട്ടായി എന്നുള്ള അവസ്ഥ. ഇപ്പം റിയാസ് പോയിട്ടുണ്ട്, റിയാസ് കാരണം വീണ്ടും ലക്ഷ്മിക്ക് സപ്പോർട്ടാവും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.